ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കൊച്ചി മംഗലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ഘട്ട ചർച്ച ഈ മാസം 8-ന്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.32%. ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാനായി അർജന്റീനിയൻ ചലച്ചിത്രകാരൻ പാബ്ലോ സെസറിനെ തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു മുംബൈ പോരാട്ടം. വാർത്തകൾ വിശദമായി. കൊച്ചി മംഗലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക ഗവർണർ വാജുഭായ് വാല, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെയും കർണാടകത്തിലെയും ജനജീവിതം സുഗമമാക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ വിവിധ ഗുണഫലങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി അക്കമിട്ട് പ്രസ്താവിച്ചു. വിവിധ നഗരങ്ങളിലെ സിറ്റി ഗ്യാസ് വിതരണ സംവിധാനങ്ങളുടെ വികസനത്തെ പദ്ധതി ത്വരിതപ്പെടുത്തും. പ്രകൃതിവാതക അടിസ്ഥാനത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾക്ക് അടിത്തറയൊരുക്കും. മലിനീകരണം കുറയ്ക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. इस पाइपलाइन के निर्माण के दौरान 12 लाख मैन डेज का रोजगार जनरेट हुआ है. पाइपलाइन के शुरू होने के बाद भी रोजगार और स्वरोजगार का एक नया इकोसिस्टम केरला और कर्नाटका में बहुत तेजी से विकसित होगा. फर्टिलाइजर उद्योग हो, पेट्रोकेमिकल उद्योग हो, बिजली उद्योग हो, हर उद्योग इससे लाभ लेगा. उद्योग रोजगार के अवसर बनेंगे. 7 ജില്ലകളിലൂടെ കടന്നുപോകുന്ന പദ്ധതി 3000 കോടി രൂപ ചെലവിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് നടപ്പാക്കിയത്. 450 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈനിലൂടെ കൊച്ചി ടെർമിനലിൽ നിന്നുള്ള വാതകം എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴി മംഗലാപുരത്തെത്തും. ഈ ജില്ലകളിലെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രകൃതിവാതകം എത്തിക്കാനും പൈപ്പ് ലൈനിന് കഴിയും. പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധനവിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 1000 കോടി രൂപയുടെ വരുമാനമാണ് പദ്ധതിയിലൂടെ കേരളം പ്രതീക്ഷിക്കുന്നത്. കർഷക നിയമങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വെള്ളിയാഴ്ച വീണ്ടും ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തീരുമാനിച്ചു. 41 കർഷക യൂണിയൻ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ഇന്നലെ 7ാം ഘട്ട ചർച്ച നടത്തിയിരുന്നു. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, വ്യവസായ വാണിജ്യ മന്ത്രാലയ സഹമന്ത്രി സോം പ്രകാശ് തുടങ്ങിയവർ ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. പ്രതിഷേധത്തിനിടെ ജീവൻ നഷ്ടമായവരുടെ സ്മരണാർത്ഥം 2 മിനിറ്റ് മൗനാചരണം നടത്തി. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി തുറന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പ്രശ്നപരിഹാരത്തിനായി ഇരുവിഭാഗങ്ങളും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും ശ്രീ തോമർ പറഞ്ഞു. തുറന്ന ചർച്ചകളിലൂടെ സാധ്യമായ ഒരു പരിഹാരം അടുത്തവട്ട ചർച്ചയിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കൃഷിമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.32% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 29,091 പേർക്കാണ് രോഗം ഭേദമായത്. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 99.75 ലക്ഷം പിന്നിട്ടു. ആകെ രോഗബാധിതരുടെ 2.23% മാത്രമാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,375 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 201 മരണങ്ങളും ഉണ്ടായി. നിലവിൽ 1.45% മരണനിരക്ക്. ബ്രിട്ടനിൽ നിന്ന് വന്ന 6 പേർക്ക് സാർസ് കോവിഡ്-2 വൈറസിന്റെ ജനിതക വകഭേദം സ്ഥിരീകരിച്ചതായി കേരള ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. കോഴിക്കോടും ആലപ്പുഴയും 2 വീതവും, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. UK-യിൽ നിന്ന് വന്ന 39 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ഇപ്പോൾ 63,135 പേരാണ് ചികിത്സയിലുള്ളത്. കർണാടകത്തിൽ 10,207 പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്. ആകെ മരണം 12,110 ആയി. ഇതുവരെ 1,42,00,000 സാമ്പിളുകളാണ് കർണാടകത്തിൽ പരിശോധിച്ചത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,61,00,000 കടന്നു. 6,10,00,000-ലധികം പേർ രോഗമുക്തരായി. 18,60,000-ലധികം ആളുകളാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2.32 കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ത്രിദിന ശ്രീലങ്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പുതുവർഷത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യ ഉന്നതതല ഉഭയകക്ഷി സന്ദർശനമാണിത്. കോവിഡ് മഹാമാരിയുടെയും അതുമായി ബന്ധപ്പെട്ട യാത്രാ നിയന്ത്രണങ്ങളുടെയും പശ്ചാത്തലത്തിൽ എയർ ബബിൾ സംവിധാനത്തിലൂടെയാണ് സന്ദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മാസം 7 വരെ നീളുന്ന സന്ദർശനത്തിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ, പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ, വിദേശകാര്യമന്ത്രി ദിനേശ് ഗുണവർദ്ധനെ തുടങ്ങിയവരുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഒരു റിപ്പോർട്ട്. അതിവ്യാപന ശേഷിയുള്ള കൊറോണ വൈറസ് ബാധ മൂലം തുടർച്ചയായി 7-ാം ദിവസവും 1,00,000-ലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ഇന്നലെ രാത്രി മുതൽ ബ്രിട്ടനിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. രാത്രി 8 മണിക്ക് രാജ്യത്തോട് ചെയ്ത പ്രത്യേക പ്രക്ഷേപണത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ലോക്ഡൌൺ ഫെബ്രുവരി പകുതി വരെ നീളുമെന്നും അറിയിച്ചു. മരുന്ന്, ഭക്ഷണം തുടങ്ങിയവ വാങ്ങാൻ മാത്രമേ ഇനി പുറത്തിറങ്ങാവൂ. സ്കൂളുകളും കോളേജുകളും വിദൂര വിദ്യാഭ്യാസ രീതികളിലേക്ക് അധ്യയനം മാറ്റി. വർഷാവസാന പരീക്ഷകൾക്ക് പകരം സംവിധാനം ആലോചിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിനിടെ ഇന്നലെ മുതൽ ആസ്ട്രാസെനക്ക വാക്സിൻ വിതരണം ബ്രിട്ടനിൽ ആരംഭിച്ചു. 5 ലക്ഷത്തിലധികം ഡോസുകൾ ലഭ്യമാണെന്നും ഫെബ്രുവരി 15-ന് മുൻപ് രാജ്യത്തെ 70 വയസ്സിന് മുകളിലുള്ളവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഉൾപ്പെടെ 14 ദശലക്ഷത്തോളം പേർക്ക് വാക്സിന്റെ ആദ്യ ഡോസ് നൽകുമെന്നും ആരോഗ്യമന്ത്രി മാറ്റ് ഹാൻകോക്ക് പറഞ്ഞു. ഇംഗ്ലണ്ടിൽ നിന്നും ആകാശവാണിക്കു വേണ്ടി എൻ വാസുദേവ്. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനിക്കയും ചേർന്ന് വികസിപ്പിച്ച വാക്സിന് ബംഗ്ലാദേശ് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകി. ഈ വാക്സിൻ ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം ബംഗ്ലാദേശ് മരുന്ന് നിയന്ത്രണ സമിതി ബെക്സിംകോ ഫാർമസ്യൂട്ടിക്കൽസിന് നൽകി. 30 ദശലക്ഷം വാക്സിൻ ഡോസുകൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബെക്സിംകോ കരാറിലേർപ്പെട്ടിരുന്നു. വാക്സിൻ നിർമ്മിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശേഷിയെ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് പ്രകീർത്തിച്ചു. കോവിഡ് മഹാമാരിക്ക് അന്ത്യം കുറിക്കാൻ ലോകം പരിശ്രമിക്കുന്ന ഇക്കാലത്ത് വാക്സിൻ നിർമ്മാണത്തിന്റെയും വികസനത്തിന്റെയും നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുന്നത് സന്തോഷകരമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. 51ാമത് രാജ്യാന്തര ഇന്ത്യൻ ചലച്ചിത്രമേളയുടെ അന്താരാഷ്ട്ര ജൂറിയെ പ്രഖ്യാപിച്ചു. അർജന്റീനിയൻ ചലച്ചിത്രകാരനായ പാബ്ലോ സെസറാണ് ജൂറി ചെയർമാൻ. ശ്രീലങ്കയിൽ നിന്നുള്ള പ്രസന്ന വിധാനേജ്, ഓസ്ട്രിയക്കാരൻ അബൂബക്കർ ഷാക്കി, ഇന്ത്യൻ ചലച്ചിത്രകാരൻ പ്രിയദർശൻ, ബംഗ്ലാദേശിലെ റുബായത്ത് ഹൊസൈൻ എന്നിവരാണ് ജൂറിയിലെ മറ്റംഗങ്ങൾ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ്സിയും മുംബൈ സിറ്റിയും ഏറ്റുമുട്ടും. രാത്രി 7:30 ഗോവ ഫറ്റോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്ക് ഹൈദരാബാദ് ചെന്നൈയിൻ എഫ്സിയെ തോൽപ്പിച്ചിരുന്നു. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഗുജറാത്തിലെ സൂറത്ത് നഗരസഭ ആരംഭിച്ച പ്രത്യേക സെൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്ഘാടനം ചെയ്തു. സൂറത്ത് നഗരത്തിലെ കുടിയേറ്റ തൊഴിലാളികളുടെ സമഗ്ര വിവരശേഖരം സൃഷ്ടിക്കുകയാണ് സെല്ലിന്റെ ലക്ഷ്യം. സർക്കാർ നൽകുന്ന വിവിധ സഹായങ്ങൾ കുടിയേറ്റ തൊഴിലാളികളിലേക്ക് എത്തിക്കാനും തൊഴിലാളികളെ നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനും സെൽ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയ്ക്കിടെ പരിക്കേറ്റ ഇന്ത്യൻ താരം KL രാഹുൽ നാട്ടിലേക്ക് മടങ്ങുന്നു. കൈത്തണ്ടക്കേറ്റ പരിക്ക് കാരണമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നിന്ന് രാഹുൽ പുറത്തായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 98 പോയിന്റ് നേട്ടത്തോടെ 48,277-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 19 പോയിന്റ് ഉയർന്ന് 14,152-ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 38,400 രൂപയും ഗ്രാമിന് 4,800 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി മംഗലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ഘട്ട ചർച്ച ഈ മാസം 8-ന്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.32%. ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാനായി അർജന്റീനിയൻ ചലച്ചിത്രകാരൻ പാബ്ലോ സെസറിനെ തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു മുംബൈ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.